ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 3:30 മണിക്ക് കേരള നിയമസഭ സാമാജികന്മാരുടെ പ്രത്യേക ഹാളിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിരിക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നേടിയ ഒരു ഉജ്ജ്വലമായ വിജയമാണ്. കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ എന്നും ഓർക്കാൻ കഴിയുന്ന, എല്ലാ കോൺഗ്രസുകാർക്കും അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഉജ്ജ്വലമായ വിജയമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നേടിയിട്ടുള്ളത്. ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വന്യനായ പിതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദിനെ ഓർക്കുന്നു. 8 തവണ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് 3 തവണ മന്ത്രിയായി കേരളത്തിലെ കോൺഗ്രസിന് എന്നും അഭിമാനിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ധീരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ യോഗത്തിൽ വെച്ചൊരു രഹസ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് അന്ന് ആര്യാടൻ ഷൗക്കത്ത് വളരെ ചെറുപ്പമാണ്. ഇപ്പോഴും ചെറുപ്പമാണ് കണ്ടാല്, പക്ഷെ അന്ന് വളരെ ചെറുപ്പം. അന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഞാൻ ആര്യാടനെ കാണാൻ വേണ്ടി വീട്ടിൽ പോയതാണ്. ഷൗക്കത്ത് അന്ന് നന്നായി വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഷൗക്കത്ത് നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ ഭാരവാഹിയാക്കിയാൽ എങ്ങനെ ഇരിക്കും? വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അദ്ദേഹം പറയുന്നൊരു ശബ്ദമുണ്ട്, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. പിന്നീട് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോ ഞാൻ പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഷൗക്കത്തിനെ ഒരു DC സെക്രട്ടറി ആയിട്ടില്ല? അപ്പോഴും എന്നോട് പറഞ്ഞു അത് വേണ്ട എന്ന്. വേണമായിരുന്നെങ്കിൽ അന്ന് ഇതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാലമായി. അതിന് പകരം അദ്ദേഹം എന്നോട് സജസ്റ്റ് ചെയ്ത പേര് VA കരീമിന്റെ പേരായി. എന്നോടൊപ്പം വൈസ് പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി, അത് കഴിഞ്ഞിട്ട് DCC ജനറൽ സെക്രട്ടറിയായും അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ VA കരീമിന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിത് പറഞ്ഞത് ശ്രീ ആര്യാടൻ മുഹമ്മദ് എന്നും പ്രവർത്തകരെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ആ ആര്യാടൻ മുഹമ്മദിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് നിയമസഭയിലേക്ക് കടന്നു വന്ന ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഹാർദവമായി അഭിനന്ദിക്കാൻ ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഒരു രാഷ്ട്രീയമായ പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംഘടനയാണ്. ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്ന ശേഷം നമുക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴിച്ചുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മൾ ജയിക്കുകയുണ്ടായി. നമ്മുടെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, പാർലമെന്റ് അംഗവുമായ ശ്രീ KC വേണുഗോപാൽ ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ ചേലക്കര ഒഴിച്ചുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ ജയിക്കുകയുണ്ടായി. നമ്മൾ തൃക്കാക്കരയിൽ ശ്രീ PT തോമസിന്റെ ദൗർഭാഗ്യകരമായ പെട്ടെന്നുള്ള വേർപാടിന് ശേഷം അവിടെ ഉമാ തോമസ് നിർത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിലായി. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും ദുഃഖകരമായ വിയോഗത്തിന് ശേഷം ശ്രീ ചാണ്ടി ഉമ്മൻ ഒരു ചരിത്ര വിജയം നേടുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജൻ ശ്രീ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ശേഷം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൽ
അവിടെ ഒരു ചരിത്ര വിജയം നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെ അഭിമാനം കാത്തു. പക്ഷെ ഈ 3 തെരഞ്ഞെടുപ്പുകളും നമ്മുടെ സിറ്റിംഗ് സീറ്റുകൾ നമ്മുടെ നിലനിർത്തുകയായിരുന്നു. ചേലക്കര മാത്രമാണ് നമുക്ക് ജയിക്കാൻ കഴിയാതെ പോയത്. എന്നാലും അവിടുത്തെ ഭൂരിപക്ഷം 40,000-ൽ നിന്ന് 5,000-ലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് നേടിയ വൻപിച്ച വിജയം കേരള രാഷ്ട്രീയത്തിലെ ഒരു ഭരണമാറ്റത്തിന്റെ കേളികൊട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും കെടുകാര്യസ്ഥതയിലും പേരുകെട്ട ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു 10 മാസം കഴിഞ്ഞിരിക്കാൻ മതി എന്നതാണ്. നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന്റെ തുടക്കമാണ് നിലമ്പൂരിലുണ്ടായ ഈ അജയ്യമായ വിജയം. ഈ വിജയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. UDFും കോൺഗ്രസ് പാർട്ടിയും ഒറ്റക്കെട്ടായി എന്നാൽ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല, ഇടതുപക്ഷത്തെ നിലംപരിശാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരും UDF പ്രവർത്തകരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. എന്നിവിടെ നിലമ്പൂരിൽ കണ്ട മറ്റൊരു പ്രത്യേകത, ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരം അതിന്റെ കൊടുമുടിയിൽ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ. ഒരു ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ എത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്നു, ഭരണത്തോട് ജനങ്ങളുടെ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. ജനവിരുദ്ധമായ ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ജനതയാണ് ഞങ്ങൾ നിലമ്പൂരിൽ കണ്ടത്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ 2 യോഗങ്ങൾക്ക് വന്നപ്പോൾ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ആ കോരിച്ചൊരിയുന്ന മഴയത്തും 10,000-ങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കാണാനും കേൾക്കാനും അവിടെ വന്നത് എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങളുടെ പോരാട്ടത്തിന്റെ യഥാർത്ഥമായ ചിത്രം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താണ്? വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. വെളിച്ചെണ്ണയുടെ വില റോക്കറ്റിന്റെ വേഗതയിലാണ് കുതിച്ചുമായുള്ളത്. അരിവില റോക്കറ്റിന്റെ വേഗതയിൽ കുതിച്ചു പോകുന്നു. നിത്യോപയോഗ സാധനങ്ങൾക്ക് ജനങ്ങൾ ക്ഷാമം നേരിടുന്നു. അതിഭീമമായ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നു. ആരുടെ ജനങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ? തൊഴിലില്ലായ്മ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചെറുതാണോ? ചെറുപ്പക്കാർ കേരളം വിടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ആർക്കും തൊഴിൽ കിട്ടില്ല എന്നതുകൊണ്ടാണ്. കേരളം ഒരു വയോജന സംസ്ഥാനമായി മാറുന്നതിന്റെ കാരണം ഇവിടെ പഠിക്കാൻ കഴിയുന്നില്ല, മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് അവസരമില്ല, നല്ല ജോലി ചെയ്യാൻ കിട്ടാനുള്ള അവസരമില്ല. പാർട്ടിക്കാർക്ക് മാത്രം ജോലി കൊടുക്കുന്ന, പിൻവാതിൽ നിയമനത്തിന്റെ കഥകൾ മാത്രം കേൾക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ ചെറുപ്പക്കാർ നാട് വിടാതിരിക്കും? എങ്ങനെ വിദ്യാർത്ഥികളും മറ്റ് വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാതിരിക്കും? 10 വർഷം കൊണ്ട് കേരളം ഭരിച്ച ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? അഴിമതിയുടെ കൂടാരത്തിലാണ് ഈ ഗവൺമെന്റ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണമുണ്ടാക്കുന്ന ജോലി അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഈ സർക്കാരിന് കഴിയിട്ടില്ല. പറയട്ടെ, ഈ സർക്കാർ എന്ത് നേട്ടമുണ്ടാക്കി? കേരളത്തിൽ എന്ത് നേട്ടമുണ്ടാക്കി?
മുഖ്യമന്ത്രിക്ക് വേണ്ടത് വാഴ്ത്തുപാട്ടുകളാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടത് പുകഴ്ത്തലുകളാണ്. അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തെ പുകഴ്ത്തുന്ന തിരുവാതിര കളികളാണ്. സത്യം മനസ്സിലാക്കാനോ കേൾക്കാനോ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രി, ജനവികാരം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളിൽ ഒന്നിൽ പോലും അഗ്നിശുദ്ധി വളർത്തി കടന്നു വരാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. ജനാധിപത്യത്തിൽ ഒരു മരിക്കുന്ന ആളുകൾക്ക് നേരെ ആരോപണമുണ്ടായാൽ ആരോപണങ്ങൾ അന്വേഷിക്കാനും അഗ്നിശുദ്ധി വരുത്താനുമുള്ള ഉത്തരവാദിത്തം എല്ലാ ഭരണാധികാരികളും കേരളത്തിൽ കാട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ, കുടുംബത്തിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളിൽ കണ്ണടച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഏകാധിപത്യം മാത്രം പുലർത്തുന്ന ഭരണാധികാരികളാണ് അവരെല്ലാം. ലോകത്തെവിടെല്ലാം കമ്മ്യൂണിസം ഉണ്ടായിട്ടുണ്ടോ അവിടെ ഭരണാധികാരികൾ ഏകാധിപതികളായി പെരുമാറിയിട്ടുണ്ട്. ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ വളരെ കുറവാണ്. കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ഭരണമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം തെളിയിച്ചിരിക്കുന്നു: പിണറായി വിജയൻ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന കാര്യത്തിൽ സത്യം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളോട് ആഭിമുഖ്യമില്ല, അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കുന്തമണിയായിട്ടാണ് ഇന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഷൗക്കത്തിനോട് പറയുകയായിരുന്നു, 8 മാസം 10 മാസം അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനം ഇപ്പോൾ തന്നെ ആരംഭിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട് ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തുള്ളിച്ചാടുകയാണ്. കാരണം ഈ സർക്കാരിൽ നിന്നൊരു മോചനം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഭരണകൂടം അധികാരം ഒഴിയുമ്പോൾ ഈ കൊച്ചു കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യൂ 10 വർഷം കൊണ്ട് എന്ന് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അവർ പറയട്ടെ, എന്ത് ചെയ്യൂ നിങ്ങൾ? നീണ്ട 10 വർഷക്കാലം ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് അടയാളപ്പെടുത്തിക്കൊണ്ടാണോ ഈ ഗവൺമെന്റ് ഒഴിയാൻ പോകുന്നത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ സർക്കാരുകൾ കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വൻകിട പദ്ധതികളും വൻകിട പ്രോജക്ടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കുമ്പോൾ ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയും 10 വർഷത്തെ ഭരണത്തിന് അവർക്ക് അടയാളപ്പെടുത്താൻ എന്തുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഒന്നുമില്ല, ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ വഞ്ചിച്ച ഒരു ഭരണകൂടമില്ല. നമ്മൾ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. അജയ് സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ യോഗത്തോട് അനുബന്ധമായിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് ഈ സ്വീകരണം കൊടുക്കുന്നത്. ശമ്പള കമ്മീഷനെ നിയമിക്കാൻ 1 വർഷം കഴിഞ്ഞു, നിയമിച്ചില്ല. ലീവ് സറണ്ടർ കൊടുത്തിട്ടില്ല, DA കൊടുത്തിട്ടില്ല. മിഡിസപ്പിനുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിന് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നില്ല. സർക്കാർ ജീവനക്കാരെ ഇതിനകം ഇതുപോലെ വഞ്ചിച്ചൊരു ഗവൺമെന്റില്ല. ചെറുപ്പക്കാരെ വഞ്ചിച്ച മറ്റൊരു ഗവൺമെന്റ് ഇതുപോലെ കാണാൻ കഴിയില്ല. പാവങ്ങളെ വഞ്ചിച്ച, ഒരാനുകൂല്യം കൊടുക്കാത്ത, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ബാധ്യതകൾ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരായി നമുക്ക് പോരാട്ടം ശക്തിപ്പെടുത്തണം. ഇനിയുള്ള ഓരോ നിമിഷവും ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റാനും പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഏർപ്പെടണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. ഈ ഗവൺമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാർഡ് വിഭജനം മുതൽ
കൃത്രിമങ്ങൾ കാട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റാണ്. വാർഡ് വിഭജനം മുതൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ധിക്കാരവും ഏകാധിപത്യ നടപടികളെയും എല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉജ്ജ്വലമായ വിജയം നേടണം. അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് കഥകൾ എഴുതുന്ന, സിനിമകൾ നിർമ്മിക്കുന്ന, നന്നായി പ്രസംഗിക്കുന്ന, നന്നായി ചിന്തിക്കുന്ന, തികഞ്ഞ മതേതരവാദിയായ, തികഞ്ഞ കോൺഗ്രസുകാരനായ, തന്റെ പ്രവർത്തനങ്ങളിലും തന്റെ നീക്കങ്ങളിലും എല്ലാം എന്നും പുരോഗമന സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്.